കുവൈറ്റിലെ മംഗഫിലുണ്ടായ തീപിടുത്തത്തിൽ കത്തിയമർന്നത് ഒരു പിടി പ്രവാസി സ്വപ്നങ്ങളാണ്. തീ കെട്ടിടത്തെ വിഴുങ്ങിയതിന്റെയും ജീവനു വേണ്ടി നെട്ടോട്ടമോടി മനുഷ്യരുടെ ഭയാനകമായ കാഴ്ചകൾ ഉള്ളു പിടിച്ചുലയ്ക്കുന്നതാണ്. പ്രവാസലോകം കണ്ണീരണിയുമ്പോൾ ഉള്ളുലയുകയാണ് കേരളത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ. തെക്കൻ കുവൈറ്റിലെ അഹമ്മദി ഗവർണറേറ്റിലെ മംഗഫ് വിദേശ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖല. അവിടെയാണ് NPTC തൊഴിലാളി ക്യാമ്പ്. 6 നില കെട്ടിടം. വിവിധ ഫ്ളാറ്റുകളായി താമസിച്ചിരുന്നത് 195 പേർ. താമസക്കാരിൽ ഭൂരിഭാഗവും മലയാളികൾ. ജോലി കഴിഞ്ഞെത്തി ഭക്ഷണം കഴിച്ച് ഗാഠനിദ്രയിലായിരുന്നു എല്ലാവരും. 20 പേർ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. പുലർച്ചെ 4 മണിയോടെ തീ ആളിപ്പടർന്നു. നിമിഷ നേരം കൊണ്ട് തീയും പുകയും 6 നില കെട്ടിടത്തെ വിഴുങ്ങി. താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത്. കെട്ടിടത്തിന് ചുറ്റും കറുത്ത മൂടി. ശ്വാസം മുട്ടിയാണ് പലരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. താഴത്തെ നിലയിലെ പൊട്ടിത്തെറി മിക്കവരും അറിഞ്ഞില്ല. ഈജിപ്ത് സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിലെ പാചകവാത സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. 20 ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതും വ്യാപ്തി കൂട്ടി. താമസക്കാർ ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടി. പലരും ബാൽക്കണിയിലിടിച്ച് ദാരുണമായി മരിച്ചു. കറുത്ത കടുകട്ടിയായ പുക മാത്രമായിരുന്നു പലർക്കും ദൃശ്യമായത്. ഇരുട്ടായതിനാൽ പുറത്തേക്കുള്ള വാതിലുകൾ കണ്ടെത്താൻ പോലും പ്രയാസപ്പെട്ടു. മിനിറ്റുകൾക്കകം സിവിൽ ഡിഫൻസ് യൂണിറ്റുകളെത്തി തീയണയ്ക്കാൻ തുടങ്ങി. സ്ഥലത്തിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു. മലയാളി വ്യവസായി KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NPTC ഗ്രൂപ്പ് സ്ഥാപനത്തിലെ തൊഴിലാളികളെ പാർപ്പിക്കാൻ വാടകയ്ക്കെടുത്തതായിരുന്നു കെട്ടിടം. അനുമതിയുള്ളതിലും കൂടുതൽ തൊഴിലാളികളെ ഇവിടെ പാർപ്പിച്ചതായാണ് വിവരം. കുവൈറ്റ് ഭരണകൂടം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. അപകടത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യക്കാരായ തൊഴിലാളികളുടെ മോശം ജോലി സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.